പണ്ട് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാളുടെ പേര് ഉറിയമഠം എന്നായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നു. എന്നാൽ കടുത്ത പിശുക്കൻ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടു. തീരെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആവശ്യത്തിന് സമ്പത്തൊക്കെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ തൻ്റെ രോഗം ഭേദപ്പെട്ടാൽ വലിയൊരു സംഖ്യ ഭഗവാന് സമർപ്പിക്കാമെന്ന് അദ്ദേഹം വഴിപാട് നേർന്നു. ഒരു വലിയ ഉറിയുണ്ടാക്കിയിട്ട് ഒരു മുളന്തണ്ടിൽ കെട്ടി 4 പേരെ കൊണ്ടെടുപ്പിച്ച് അങ്ങനെ ആ ഉറിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരേക്ക് പോയി. അങ്ങനെ ഗുരുവായൂരിലെത്തിയ അവർ കുളിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് പോയി. ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പണക്കിഴി മീതെ പടവിൽ വെച്ചിട്ടാണ് കുളിക്കാനായി താഴേക്ക് ഇറങ്ങിപ്പോയത്. ഇതേ സമയത്ത് തന്നെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി ഗുരുവായൂരിലെത്തിയിരുന്നു. മക്കളുടെ വിവാഹത്തിന് യാതൊരു ഗതിയുമില്ലാതെയാണ് അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചത്. അദ്ദേഹത്തിന് തലേ ദിവസം ഭഗവാന്റെ ഒരു അരുളപ്പാട് ലഭിച്ചു. എന്താണെന്ന് വെച്ചാൽ, നാളെ വൈകുന്നേരം ഒരു വാതരോഗി കുളിക്കാനായി രുദ്രതീർത്ഥത്തിൽ ഇറങ്ങുന്ന സമയത്ത് പണക്കിഴി പടവിൽ വെക്കും, അത് എടുത്തു ഓടണം. ദരിദ്രനാണെങ്കിലും അന്യൻ്റെ പണമെടുത്ത് ഓടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. ഭഗവാന്റെ നിർബന്ധം നിമിത്തം അദ്ദേഹം ഒടുവിൽ അതിന് തയ്യാറായി. അങ്ങനെ ഉറിയമഠം കുളത്തിൽ മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ ദരിദ്രനായ ബ്രാഹ്മണൻ പണക്കിഴിയും എടുത്ത് ഓടാൻ തുടങ്ങി. ഇതു കണ്ട് സഹിക്കാൻ കഴിയാതെ ഉറിയമഠം ഉറിയിൽ നിന്നും ചാടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി. അപ്പോൾ ഉറിയമഠത്തിന് ഒരു അശരീരി കേൾക്കാൻ ഇടയായി. ഹേ ഉറിയമഠം, സമാധാനിക്കൂ, അങ്ങയുടെ അസുഖം ഭേദമായില്ലേ? അതുപോലെ ആ സാധു ബ്രാഹ്മണന്റെ ദാരിദ്ര്യവും നീങ്ങിയിരിക്കുന്നു. ഭഗവാന്റെ അത്ഭുത ലീലകൾ ഓർത്ത ഉറിയമഠം നിശബ്ദനായി നിന്നുപോയി. ഏറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമുദിച്ചു. പിശുക്ക് അവസാനിപ്പിച്ചു. സ്വത്തുക്കളെല്ലാം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെച്ചു.